ഹലോ എവ്രി വൺ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിന് ആരെങ്കിലും ഒരു മറുപടി കൊടുക്കുമ്പോൾ എടുത്ത് ഞാൻ അതും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പം ഇന്നാണ് ആ ഒരു സുദിനം. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. കയ്യിലൊക്കെ കാര്യമാക്കണ്ട, വീട്ടമ്മയല്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാവും. കർഷകയല്ലേ കള പറിക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലേ, വീട്ടമ്മയല്ലേ പണി കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഈ പുള്ളിക്കാരത്തി, ഇതാണ്ട് ഈ പുള്ളിക്കാരത്തി കേട്ടോ. ഈ പുള്ളിക്കാരത്തിയുടെ ഞാൻ എന്താ വീഡിയോ എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ യാത്രയിൽ വെച്ചിട്ട് എനിക്ക് തുർക്കിയിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടായതിനു ശേഷം എന്നെ വളരെ മോശമാക്കി ചിത്രീകരിച്ചിട്ട് യൂട്യൂബ് ചാനലുകൾ എനിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും മോശം രീതിയിൽ ആളുകൾ വീഡിയോ ആക്കി ചെയ്തിട്ട് അപ്പം ഞാനിപ്പോൾ നാട്ടിലെത്തിയ സമയത്ത് കേസ് കൊടുക്കാൻ വേണ്ടി വന്നാണ്. ഇപ്പോൾ ഞാൻ സൈബർ പോലീസിൽ കോഴിക്കോട് കേസ് കൊടുത്തതിൻ്റെ ഇതാണ് റെസിപ്റ്റാണ് ഈ കാണുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടാണ് ഇവിടെ കേസ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് മീ കൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ, പിന്നെ ബിച്ചു സ്ട്രോക്ക്, പിന്നെന്തായിരുന്നു അതുൽസ് വ്ലോഗ്, അങ്ങനെ കുറേ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പേരെല്ലാം സ്പെസിഫൈ ചെയ്ത് ഇതിന്റെ ലിങ്ക് ഉൾപ്പെടെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവർക്കൊക്കെ എതിരെ ലീഗൽ ആക്ഷൻസ് എടുക്കും. ഇതാണ് സംഭവം. അപ്പൊ 3 ചാനലുകളുടെ പേരാണ് സ്ത്രീ അതിൽ പരാമർശിക്കുന്നത്. ഈ 3 ചാനലുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണ ഓരോ കണ്ടന്റും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവനവൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ഒന്നും അല്ല. നമ്മളും അവനവൻ്റെ അല്ല ചെയ്യുന്നത്. നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലുമൊക്കെ ചെയ്തിരുന്നത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. പക്ഷേ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ചേട്ടന്മാരെ. വേറൊന്നുമല്ല, ഒരു സ്ത്രീനെ ജഡ്ജ് ചെയ്യാനായിട്ട്, ഒരു സ്ത്രീനെ എന്നല്ല ഒരാളെയും നമുക്ക് ജഡ്ജ് ചെയ്യാനാവില്ല. ഇത് സ്വതന്ത്ര ഇന്ത്യയാണ്. ഇവിടെ എന്ത് ചെയ്യാനും എങ്ങനെ ജീവിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ പറയണ സ്ത്രീൻ്റെ വീട്ടുകാർക്കോ ബന്ധുക്കാർക്കോ ഫ്രണ്ട്സിനോ ഇല്ലാത്ത ഇഷ്യൂസ് ഇത് കാണുമ്പോൾ നിങ്ങൾക്കാർക്കും ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതാദ്യം മനസ്സിലാക്കുക. ഒരു സ്ത്രീക്ക് അവൾക്ക് ഓക്കെ ആണെങ്കിൽ അവൾക്ക് എന്തുമാകാം, അല്ലെ സ്ത്രീ എന്നല്ല ആർക്കായാലും നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. അതായത് നമ്മുടെ ഒരു ഫ്രീഡമാണത്, നമ്മളെ ഒരു കാര്യമാണത്. അവര് എങ്ങനെയോ അവർ ജീവിച്ചോട്ടെ, അവരെങ്ങനെയോ അവർ യാത്ര ചെയ്യുന്നുണ്ട്, അവർ പോകുന്നിടത്തൊക്കെ പ്രശ്നങ്ങളുള്ളത് അവർ വീഡിയോ ഇടുന്നുണ്ട്, അവർ പ്രശ്നങ്ങൾ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെ അവരായിട്ട് ഉണ്ടാക്കുന്ന കണ്ടന്റ് ആയിരിക്കും, അവരായിട്ട് അവരുടെ ഓൺ കണ്ടന്റാണ് ചെയ്യുന്നത്. അത്രയും പൈസ ചിലവാക്കി അത്രയും യാത്ര ചെയ്ത് ഒരു പെണ്ണൊറ്റയ്ക്ക് അത്രയും ദൂരങ്ങളിലൊക്കെ പോയി സഞ്ചരിക്കുന്നത് അവരുടെ ഓൺ കണ്ടന്റാണത്. അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുന്നു. അപ്പോൾ അവരുടേതായ കാര്യങ്ങൾ അവർ തുറന്നു കാണിക്കുന്നു, അല്ലെ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അവർ തുറന്നു കാണിക്കുന്നു. ഇതിപ്പം ഒരു പീഡനം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിടുന്ന ഡ്രസ്സിനാ കുറ്റം എന്ന് പറയുന്നവരടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്ത പോലെയാണ് നിങ്ങളുടെ കാര്യം. അവളുടെ ഇഷ്ടമാണ് അവളത് ചെയ്യണത്. നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. അതിന് പകരമുണ്ട് വന്നെന്ന് കണ്ടിട്ട് അവർ ചെയ്തത് അങ്ങനെ, അവർ ചെയ്തത് ഇങ്ങനെ, അവരത് കാണിച്ചു, അവരിത് കാണിച്ചു എന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മോഡലിങ്ങിന് പോകുന്ന പെൺകുട്ടി ബിക്കിനി ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതേ സാധാരണ നാട്ടിലുണ്ടാകുന്ന ഒരു കുട്ടി പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്. അങ്ങനെ 2 തരത്തിൽ പറയില്ലേ ചേട്ടൻ, കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ സ്വാതന്ത്ര്യമാണ് അവർ ചെയ്യുന്ന വീഡിയോസ്, അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചാനലിൽ അവർ എന്ത് കണ്ടന്റ് ഇടണം, അവരെങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യുക. അതെടുത്ത് വെച്ചിട്ട് അതും കൊണ്ട് അങ്ങോട്ട് പൊങ്കാല ഇടുമ്പം ഞാൻ ഓർത്തിരുന്നതാണ് എന്തെങ്കിലും ഒരിക്കൽ ഇതുപോലൊരു റിയാക്ഷൻ ഉണ്ടാവണം എന്ന്. ഞാൻ ഇവരുടെ ഒരുവിധം എല്ലാ വീഡിയോസും കാണും. കാരണം ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ധൈര്യത്തോടെ എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം നമ്മളെയും കൊണ്ടൊന്നും അത് പോസിബിൾ അല്ല. ആസ് യൂഷ്വൽ എന്നെ കൊണ്ട് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം ഞാൻ അത് കാണാറുണ്ട്. അവർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുവിധം എല്ലാ ഷോർട്സും വീഡിയോസും കയറി കാണാറുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് പല സ്ത്രീകളുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഒറ്റയ്ക്കൊരു യാത്ര പോകണം, കുറച്ച് സ്ഥലങ്ങൾ കാണണം എന്നൊക്കെയുള്ളത്. അത് ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങനെ ചെയ്യുന്നവരെ തീർച്ചയായിട്ടും അംഗീകരിക്കും. അവർ ചെയ്യുന്നതിനെ പറ്റി സന്തോഷിക്കും. നെഗറ്റീവ് പറയുന്നവരുണ്ട്. അതിപ്പം അമ്മേനെ തല്ലിയാലും 2 വർഷം പറയുന്നവരുള്ള നാടാണിത്, മനസ്സിലായോ? പക്ഷെങ്കിൽ അവരുടെ ചാനലിൽ അവരിടുന്ന കണ്ടന്റിന് അത് അവർ വൃത്തികേട് കാണിക്കണ്ടോന്നേ നോക്കേണ്ടത്. അതും നോക്കേണ്ട ആവശ്യമില്ല. അവരിഷ്ടമുള്ളത് അവർ കാണിക്കട്ടെ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, അല്ലെ നെഗറ്റീവ് ഇട്. അതിന് പകരം അവരുണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടന്റ് എടുത്ത് വെച്ചും കണ്ട് അതിനെ വേറൊരു രീതിക്ക് വ്യാഖ്യാനിച്ചും കണ്ടിട്ട് അത് ഇതാക്കി കാശ് വാങ്ങുക എന്ന് പറയണത് ഇച്ചിരി നാണം കെട്ട പണിയല്ലേ. പിന്നെ അപ്പം ഇത്രേ ഉള്ളൂ പറയാനായിട്ട്. നിങ്ങൾ നിങ്ങളുടെ ഓൺ കണ്ടന്റ് ചെയ്യുക.
അതിന് പകരം കൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബോറ് പരിപാടിയാണ് കേട്ടോ. ഉള്ളത് പറയാലോ, നിങ്ങൾ മറ്റുള്ളവർ, അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പറ്റിയൊക്കെ പറഞ്ഞൊക്കെ നമുക്ക് ഇഷ്ടമാണ്, അല്ലെന്ന് പറയണില്ല. എല്ലാം നിങ്ങൾ ചെയ്യുന്ന എല്ലാം നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇഷ്ടമല്ല എന്ന് പറയാൻ പഠിക്കണം. അത് ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് പറയണത്. ഈ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വിഷമമോ ബുദ്ധിമുട്ടോ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ക്ഷമിക്കുക. ഓക്കെ, ഞാൻ അതിന് ക്ഷമയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ള കാര്യമുള്ളൂ, ഇത്രേ ഉള്ളൂ. ഒരാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് അയാളുടെ ജീവിതമായിക്കോട്ടെ, അയാളുടെ യാത്രകളായിക്കോട്ടെ, അയാളുടെ ഇഷ്ടങ്ങളായിക്കോട്ടെ, അയാളുടെ അനിഷ്ടങ്ങളായിക്കോട്ടെ, ഇഷ്ടങ്ങൾ മാത്രമല്ല ഇഷ്ടക്കേടുകളും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത്. സോ അവരുടെ ഇഷ്ടമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിന് എന്തെങ്കിലും, അതായത് ഇപ്പം യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷൻസിൽ വരുന്ന എന്തെങ്കിലും ആണെങ്കിൽ അത് യൂട്യൂബ് തന്നെ എടുത്ത് കളയും. നിങ്ങളതിന് അതെടുത്ത് വെച്ചും കണ്ട് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷൻസിൽ വരുന്ന എന്തെങ്കിലും കാര്യം ഏത് ചാനലിൽ ചെയ്താലും ആ ചാനലിൽ നിന്ന് ഒന്നുകിൽ ആ കണ്ടന്റ് എടുത്ത് കളയും, അല്ലെങ്കിൽ ചാനൽ തന്നെ എടുത്ത് കളയാറുണ്ട്. അപ്പം അതിനെ ഓർത്ത് നിങ്ങൾ ഇത്ര ദണ്ഡിക്കേണ്ട. സദാചാരം ഇങ്ങനെ അങ്ങ് മുക്കുരു പൊട്ടുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക്, ഞാൻ ഈ പറഞ്ഞ വാക്കുകളോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെറിയ വീഡിയോ ആണ് കേട്ടോ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.